ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൈത്തക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയായി ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ മുന്തിരിച്ചെടിയാണ്, അതിലെ ശാഖകളാണ് നാം ഓരോരുത്തരും. മുന്തിരിച്ചെടി കണ്ടിട്ടുണ്ടോ? കമ്പത്തൊക്കെ പോകുമ്പോൾ മുന്തിരിച്ചെടികൾ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദൂരം സഞ്ചരിച്ച് മുന്തിരിത്തോട്ടത്തിലൊക്കെ കടന്ന് ചെല്ലുക. മനോഹരമായി മുന്തിരിങ്ങ കായ്ച്ചു കിടക്കുന്നത് കാണാൻ കണ്ണിന് കൗതുകമാണ്. പറിച്ച് തിന്നാൻ തോന്നും. നന്നായിട്ട് പഴുത്ത് തുടുത്ത് മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിങ്ങ ഇങ്ങനെ തൂങ്ങി തൂങ്ങി കിടക്കുന്നത് കാണുമ്പോൾ, ഈ മുന്തിരിച്ചെടി വള്ളിയായിട്ട് പടർന്ന് വലുതാകുന്ന ഒരു ചെടിയാണ്. മുന്തിരിങ്ങ കായ്ക്കണമെങ്കിൽ അതിനെ വെട്ടി ഒരുക്കണം. എന്നാണോ മുന്തിരിങ്ങ കായ്ക്കേണ്ടത്, അതിന് 3 മാസങ്ങൾക്ക് മുമ്പ് വെട്ടി ഒരുക്കി വളമൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് മുന്തിരിങ്ങ ഉണ്ടാകുക. നല്ല വില കിട്ടുന്ന സമയം ഏതാണ് എന്ന് കൃഷിക്കാർ നോക്കി അതിനനുസരിച്ച് വെട്ടി ഒരുക്കി കഴിയുമ്പോൾ മുന്തിരിങ്ങ പതുക്കെ കായ്ച്ചു തുടങ്ങും. വെട്ടി ഒരുക്കിയില്ലെങ്കിൽ പടർന്നിങ്ങനെ നല്ല തഴച്ചു വളർന്ന് കിടക്കുകയാണെങ്കിൽ മുന്തിരിങ്ങ കായ്ക്കുകയില്ല, വേണ്ടത്ര ഫലം കിട്ടുകയില്ല. അതിനെ വെട്ടി ഒരുക്കണം. പഴയ നിയമത്തിൽ പലപ്പോഴും കാണുന്ന ഒരു പദപ്രയോഗമാണ് മുന്തിരിച്ചെടിയും ശാഖകളും എന്നുള്ളത്. ദൈവജനത്തെ സൂചിപ്പിക്കുവാനായിട്ട് മുന്തിരിച്ചെടിയോടാണ് ഉപമിക്കുന്നത് പലപ്പോഴും. അതുകൊണ്ടാണല്ലോ നമ്മൾ ദേവാലയത്തിൻ്റെ അകത്ത് പല സ്ഥലങ്ങളിലും മുന്തിരിച്ചെടിയുടെ ചിത്രങ്ങളൊക്കെ വരച്ചു വയ്ക്കാറ്. വൈദികർ ധരിച്ചിരിക്കുന്ന കാപ്പയിലൊക്കെ പലപ്പോഴും ഉണ്ട് മുന്തിരിച്ചെടി, മുന്തിരിങ്ങ കായ്ച്ചു കിടക്കുന്ന പടങ്ങൾ. ആൾത്താരയൊക്കെ അലങ്കരിക്കുമ്പോൾ ഇടുന്ന വിരിയിലും കാണും ചിലപ്പോൾ മുന്തിരിക്കൊലകൾ. അതൊക്കെ സൂചിപ്പിക്കുന്നത് ദൈവജനവും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുവാനായിട്ടാണ്. മുന്തിരിച്ചെടിയും ശാഖകളുമായിട്ടുള്ള ബന്ധത്തെ പോലെ തന്നെ ഈശോയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. അതെന്തിനാ അങ്ങനെ ചേർന്ന് നിൽക്കുന്നത്? നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട്. മുന്തിരിച്ചെടി വെട്ടിക്കളഞ്ഞാൽ തായ്തണ്ടുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഉണങ്ങിപ്പോവും. പച്ചച്ച് നിൽക്കുന്ന ചെടി, നല്ല ഇലയൊക്കെ ഉള്ളത്, വെട്ടേറ്റ് കഴിയുമ്പോൾ പതുക്കെ ഉണങ്ങിപ്പോവും. ഉണങ്ങിപ്പോകുന്നത് എടുത്ത് കത്തിച്ച് കളയുവാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അത് പിന്നീട് ഫലം നൽകുകയില്ല. തായ്തടിയുമായി ചേർന്ന് നിൽക്കുന്നതിന് മാത്രമേ ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വെട്ടി ഒരുക്കി കളയണം. ആവശ്യമില്ലാത്തതെല്ലാം വെട്ടിക്കളയുമ്പോൾ നല്ല ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഇടയായിത്തീരും. ജീവിതത്തിൽ ചിലപ്പോൾ ചില വെട്ടുകളൊക്കെ കിട്ടും. ചില സഹനങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും വെട്ട് കിട്ടുക. അത് ചിലപ്പോൾ നന്നാകാൻ വേണ്ടിയിട്ടായിരിക്കും. ചില സഹനങ്ങൾ, ചില ദുരിതങ്ങൾ ജീവിതത്തിലുണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്, ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടുക്കുമ്പോൾ ദൈവവുമായി നല്ല ബന്ധമുണ്ടാകുന്നു, നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനായിട്ട് പറ്റുന്നു. പലരുടെയും ജീവിതത്തിലുണ്ട് ചില വെട്ടേൽക്കുന്ന അനുഭവങ്ങൾ, കത്തിവയ്ക്കുന്ന അനുഭവങ്ങൾ. വിശുദ്ധ അൽഫോൻസാമ്മയുടെയൊക്കെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അൽഫോൻസാമ്മയുടെ ജീവിതത്തിലും വലിയ വെട്ട് കിട്ടി. ചെറിയ വെട്ടൊന്നുമല്ല, വലിയൊരു വെട്ട്. അങ്ങനെയാണല്ലോ അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ സഹനങ്ങളൊക്കെ ഉണ്ടായത്. വേദനകളും ദുരിതങ്ങളും എല്ലാം ഉണ്ടായപ്പോൾ അൽഫോൻസാമ്മ കൂടുതൽ ഫലം പ്രകടിപ്പിക്കുവാനായിട്ടിടയായിത്തീരുകയാണ്. ദൈവവുമായി കൂടുതൽ അടുത്ത് നല്ല ബന്ധം സ്ഥാപിച്ച് ദൈവാരൂപിയിൽ ജീവിക്കുകയാണ് വിശുദ്ധ അൽഫോൻസ. നമ്മുടെ ജീവിതത്തിലും ചെറിയ സഹനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ നേട്ടത്തിനായിട്ടുള്ളതാണെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലൊരു മാറ്റത്തിന് വിധേയമാക്കുകയാണ് ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട്. ചില ചെടികളൊക്കെ വെട്ടി ഒരുക്കണം, എങ്കിലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. നന്നായിട്ട് വെട്ടി നിൽക്കുമ്പോൾ നല്ല നാവുകൾ ശക്തിയോടുകൂടി തളർത്തിങ്ങനെ വരും. എന്നിട്ട് അതിൽ നല്ല ഇലകൾ വരും, നല്ല കായ്കളൊക്കെ ഉണ്ടാകും. മനുഷ്യ ജീവിതത്തിലും
ചിലപ്പോൾ ചില വെട്ട് ഏൽക്കണം. അത് കൂടുതൽ വളരുവാനായിട്ട്, നന്നായിട്ടായിത്തീരുവാനായിട്ട്, നല്ല സ്വഭാവത്തിനുടമയായിത്തീരുവാനായിട്ട് മാതാപിതാക്കൾ ശിക്ഷിക്കുന്നത്, ശകാരിക്കുന്നതൊക്കെ കൂടുതൽ നന്നായി വരുവാനായിട്ടാണ്. അധ്യാപകർ ചിലപ്പോൾ വഴക്ക് പറയും. അതൊക്കെ എന്തിനാ? നമ്മൾ കൂടുതൽ നന്നായിട്ട് വളരുവാനായിട്ടാണ്. എവിടെയൊക്കെ ത്യാഗമനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ആരംഭിക്കുന്നോ അവിടെയൊക്കെ വിജയത്തിൽ എത്തിച്ചേരുകയായിരിക്കും ചെയ്യുക. പ്രസിദ്ധമായ ഒരു ചിത്രമുണ്ട്. ഈ ചിത്രത്തിൻ്റെ പേര് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്നാണ്. കൈ ഊപ്പി നിൽക്കുന്ന കൈയുടെ ഒരു ചിത്രം, വളരെ പ്രസിദ്ധമായ ചിത്രമാണ്. പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ചിത്രം. ഈ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കലാകാരൻ വരച്ചത് തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം വരച്ചത്. 15 മക്കളുള്ള ഒരു കുടുംബം. എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ, മക്കളെ എല്ലാവരെയും പഠിപ്പിക്കുവാനായിട്ട് ആ പിതാവിന് ശേഷിയില്ല. അതുകൊണ്ട് വളരെയധികം കഠിനാധ്വാനം ചെയ്ത് മക്കളെ വളർത്തുകയാണ്. വിദ്യാഭ്യാസമൊക്കെ നൽകണമെങ്കിൽ വളരെയധികം പണം ചെലവഴിക്കണം. അതിനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളില്ലാത്തത് കൊണ്ട് ഏറ്റവും ഇളയ 2 മക്കളിൽ ഒരുവനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. 2 പേർക്കും പഠിക്കുവാനായിട്ട് പറ്റുകയില്ല, ഒരാൾക്ക് പഠിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ. ആ ആൾ പഠിക്കണമെങ്കിൽ മറ്റേ ആൾ ജോലി ചെയ്ത് വേണം പഠിപ്പിക്കുവാനായിട്ട്. ജർമ്മനിയിൽ നടക്കുന്ന ഒരു സംഭവമാണ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം. ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തോളാം, നീ പോയി ചിത്രരചന പഠിച്ചുകൊള്ളുക. മറ്റവൻ പറഞ്ഞു, അത് വേണ്ട സഹോദരൻ, പൊക്കോ, ഞാൻ വേണമെങ്കിൽ ജോലി ചെയ്തോളാം. 2 പേർക്കും ചിത്രകലയോട് വളരെ ആഭിമുഖ്യമുണ്ട്. അന്ന് ചിത്രകല പഠിക്കണമെങ്കിൽ നല്ല ചെലവ് ആവശ്യമാണ്. പക്ഷേ 2 പേർക്കും പണം ഇല്ലാത്തതുകൊണ്ട് ഒരാൾ ജോലി ചെയ്യുകയും മറ്റേ ആളെ പഠിപ്പിക്കുകയും ചെയ്യാമെന്ന് തീരുമാനിക്കുക. അങ്ങനെയാണ് അവസാനം അവർ നറുക്കിട്ട് തീരുമാനിച്ചു. ഒരാൾക്ക് കുറി വീണു ചിത്രകല അഭ്യസിക്കുവാനായിട്ട്. മറ്റേയാൾ പറഞ്ഞു, ഞാൻ ജോലി ചെയ്തു കൊള്ളാം. അന്നേ ആ സമയത്ത് അവിടെ ജോലി കിട്ടുക കൽക്കരി പാടത്ത് മാത്രമേ കിട്ടുകയുള്ളൂ. വളരെ പാരിച്ച ജോലിയാണ്, തുച്ഛമായ വേതനമേ കിട്ടുകയുള്ളൂ. അങ്ങനെ കൽക്കരി പാടത്തേക്ക് ഒരുവൻ പോവുകയും മറ്റവൻ ചിത്രകല അഭ്യസിക്കുവാനായിട്ട് പോകുകയാണ്. 4 വർഷത്തെ കോഴ്സാണ്. പല രീതിയിലുള്ള പടങ്ങളൊക്കെ വരച്ച് ട്രെയിനിങ് ഒക്കെ കിട്ടുകയാണ്. അതിനുശേഷം 4 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരികയാണ് വീട്ടിലേക്ക്. അപ്പോൾ തൻ്റെ സഹോദരനെ കാണുകയാണ്. സഹോദരൻ ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടെ 2 പേരുടെയും കണ്ണുകൾ നിറഞ്ഞു. എത്ര നാളായി കണ്ടിട്ട്, നീ വലിയ ചിത്രകാരനായി മാറിയോ എന്നൊക്കെ സന്തോഷത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ സഹോദരൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യുക, ഇനി ഞാൻ ജോലി ചെയ്യാം, നീ ചിത്രകല പഠിക്കുവാനായിട്ട് പോയിക്കൊള്ളുക, അതിനുശേഷമേ ഞാനും ചിത്രം വരച്ച് തുടങ്ങുന്നുള്ളൂ. ഞാൻ കഠിനാധ്വാനം ചെയ്ത് നിന്നെ പഠിപ്പിക്കാം എന്ന് പറയുകയാണ്. 2 പേരും വീണ്ടും കരഞ്ഞു സന്തോഷം കൊണ്ട്. എന്നിട്ട് ജോലി ചെയ്ത് ക്ഷീണിച്ചു വന്ന ആ മനുഷ്യൻ പറയുകയാണ്, ഇനി എനിക്ക് ചിത്രരചനയിൽ ഏർപ്പെടുക, പഠിക്കുക സാധ്യമല്ല. കാരണം എൻ്റെ കരങ്ങൾ വളരെ മോശകരമായി മാറിയിരിക്കുകയാണ്. എൻ്റെ കരത്തിൽ ഇനി പേന പിടിക്കുവാനായിട്ടോ പെൻസിൽ പിടിക്കുവാനായിട്ടോ സാധിക്കുകയില്ല. കാരണം കൽക്കരി ഖനിയിലെ ചുട്ടുപൊള്ളുന്ന ആ പ്രതലത്തിലൊക്കെ പിടിച്ചും ഈ കൽക്കരി ഖനിയൊക്കെ വാരിയെടുത്തും എൻ്റെ കൈകൾ കണ്ടില്ലേ, വളരെ മോശമായി പോയി, മുഴുവനും വ്രണമായി. ഇനി എങ്ങനെയാണ് ഇതിൽ പേന പിടിക്കുക, അല്ലെങ്കിൽ പെൻസിൽ പിടിക്കുക, ബ്രഷ് പിടിക്കുക? പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ ജോലി ചെയ്തോളാം, നീ പ്രസിദ്ധനായിക്കോ, ചിത്രം വരച്ചോ എന്ന് പറയുകയാണ്. അന്നേ ദിവസം രാത്രി ഈ ചിത്രകല പഠിച്ചു വന്ന മനുഷ്യന് ഉറങ്ങുവാനായിട്ട് പറ്റിയില്ല. തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ മുറിവേറ്റ കൈകൾ, വ്രണമായിട്ടുള്ള കരങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയെ. കണ്ണടയ്ക്കുമ്പോൾ കണ്ണിൽ നിറയെ ഈ കരങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം വളരെയധികം വിഷമത്തോടു കൂടെ തന്നെ
ബ്രഷ് എടുത്ത് കരങ്ങൾ വരയ്ക്കുകയാണ്. തൻ്റെ മനസ്സിൽ കണ്ട കരങ്ങൾ, ആ കരങ്ങളാണ് പ്രാർത്ഥിക്കുന്ന, കൈകൂപ്പി നിൽക്കുന്ന കരം, മുറിവേറ്റ കരം. അതാണ് ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള ഈ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ചിത്രം. വേദനിക്കുന്നിടത്താണ് വലിയവനായി മാറുവാനായിട്ട്, പ്രസിദ്ധനായി തീരുവാനായിട്ട് പറ്റുക. ആരെല്ലാം ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാകുന്നുണ്ടോ അതിനൊക്കെ പിന്നിൽ സഹനങ്ങളുണ്ട്, ത്യാഗമുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, വെട്ടിയൊരുക്കൽ പ്രക്രിയയുണ്ട്. നമ്മൾ നല്ല സ്വഭാവത്തിനുടമയായിത്തീരണമെങ്കിൽ ചീത്തയായിട്ടുള്ള പല സ്വഭാവങ്ങളും വെട്ടിമുറിച്ച് മാറ്റിക്കളയണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നല്ലൊരു മനുഷ്യനായിത്തീരുക. തിന്മ ചെയ്യുവാനുള്ള പ്രവണതകളൊക്കെ നമുക്കുണ്ട്. അതെല്ലാം ഒഴിവാക്കുവാനായിട്ട് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കി ഒഴിവാക്കിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുവാനായിട്ട് പറ്റുകയുള്ളൂ. മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത് മനുഷ്യത്വത്തിന് യോജിക്കാത്ത പലതും വെട്ടി മാറ്റപ്പെടണം, പലതും എടുത്തു കളയണം. എങ്കിൽ മാത്രമേ നല്ല മനുഷ്യനായി തീരുവാനായിട്ട് പറ്റുകയുള്ളൂ. മനുഷ്യന് തടസ്സം നിൽക്കുന്ന എന്തൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ മാറ്റി നല്ല സ്വഭാവത്തിനുടമയായി തീരുമ്പോഴാണ് നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനായി മാറുക. മറ്റുള്ളവരുടെ കരുണ കാണിക്കുന്ന, മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരുടെ ദയ കാണിക്കുന്ന ഒരു സ്വഭാവം പെട്ടെന്നൊന്നും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പറ്റുന്നതല്ല. പലതുമൊക്കെ മാറ്റുമ്പോൾ മാത്രമാണ്. മൈക്കിൾ ആഞ്ചലോ വളരെ പ്രസിദ്ധമായ പിയത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല രൂപങ്ങളും മൈക്കിൾ ആഞ്ചലോ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപങ്ങളൊക്കെ കാണുമ്പോൾ ജീവൻ തുടിക്കുന്ന രീതിയിലുള്ളതാണ്. ഒരിക്കൽ മൈക്കിൾ ആഞ്ചലോയോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് എങ്ങനെയാണ് ഇത്ര മനോഹരമായിട്ടുള്ള രൂപങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് പറ്റുക? ഒരു മാലാഖയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ചോദിക്കുക, ഇതെങ്ങനെയാ ഇത്ര മനോഹരമായിട്ട് ഇതുണ്ടാക്കാൻ പറ്റുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മാലാഖയ്ക്ക് യോജിക്കാത്തത് എന്തും ഈ കല്ലിൽ നിന്നും കൊത്തിയെടുത്ത് ദൂരക്കളയും, അപ്പോൾ വളരെ മനോഹരമായ മാലാഖയായി മാറുമെന്ന്. വെറും ഒരു കരിങ്കല്ല് കഷണത്തെ മാലാഖയാക്കി മാറ്റണമെങ്കിൽ മാലാഖയ്ക്ക് ചേരാത്തതായ ഭാഗങ്ങളെല്ലാം കൊത്തി കൊത്തി ദൂരക്കളയണം. അപ്പോൾ നല്ല മാലാഖയായിത്തീരും. നല്ല മനുഷ്യനാകണമെങ്കിലും മനുഷ്യത്വത്തിന് ചേരാത്ത ചില കാര്യങ്ങൾ, മൃഗതുല്യമായ സ്വഭാവം, ദേഷ്യപ്പെടുന്ന സ്വഭാവം, വഴക്കുണ്ടാക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം, അതൊക്കെ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്നും എടുത്തു മാറ്റുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നല്ല സ്വഭാവത്തിനുള്ള ആളായി മാറും. അതിനായിട്ടാണ് പരിശ്രമിക്കേണ്ടത്. വെട്ടിയൊരുക്കണം. വെട്ടിയൊരുക്കപ്പെടുക എന്ന് പറയുന്നത് ത്യാഗമാണ്, വേദനയാണ്, കഷ്ടപ്പാടുകളാണ്. മുറിക്കുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഒരു വഴക്കാളിയുടെ കയ്യിൽ ഒരു വാക്കത്തി കിട്ടിയാൽ തനിക്കിഷ്ടമില്ലാത്തവരെയെല്ലാം വെട്ടിക്കളയും. കണ്ണി കാണുന്ന ചെടികൾ ചിലപ്പം വെട്ടിക്കളയും. ചില മനുഷ്യരോട് ചിലപ്പം വെട്ടും. കാരണം അവരുടെ നേച്ചർ അങ്ങനെയാണ്, വഴക്കാളിയാണ്. അതേസമയം ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ ബ്ലേഡ് കിട്ടിയാൽ, സർജറിക്ക് ഉപയോഗിക്കുന്ന കത്തി കിട്ടിയാൽ എന്താ ചെയ്യുക? ഡോക്ടർ ശരീരത്തിൽ നിന്നും പലതും വെട്ടിക്കളയും, മുറിക്കും. രണ്ട് മുറിവുകളും ഒരുപോലെയാണ്. പക്ഷെ എന്തിനായിട്ടാണ് മുറിക്കുക? ഡോക്ടർ മുറിക്കുന്നത് ശരീരത്തെ നേടുവാനായിട്ടാണ്, രോഗം ഭേദമാക്കുവാനായിട്ടാണ്, ആവശ്യമില്ലാത്ത രോഗകാരണമായ ചില അത് എടുത്ത് മുറിച്ചു മാറ്റുവാനായിട്ടാണ്, നല്ലതിനു വേണ്ടിയാണ് മുറിക്കുന്നത്. നമ്മുടെ കൈ കത്തി കിട്ടിയാൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് മുറിക്കുക? നല്ലതിനായിട്ടാണോ? മറ്റുള്ളവർക്ക് ദോഷം വരുത്തുവാനായിട്ടാണോ? നല്ലത് വരുത്തുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ നമ്മളും നല്ലവരായിത്തീരും, നമ്മുടെ ചുറ്റുപാടും നല്ലവരായിത്തീരും. അങ്ങനെ നല്ലവരായി നല്ല മുന്തിരിവള്ളിയായി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന നല്ല ശാഖകളായി മാറുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അങ്ങനെ നല്ല വ്യക്തിത്വത്തിനുടമയായി നല്ല ഫലങ്ങൾ പ്രകടിപ്പിക്കുന്ന മനുഷ്യരായി നമുക്ക് മാറാം.